ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ വ്ളോഗ് ഇതേ തുടങ്ങുന്നത് രാത്രിയാണ്. അപ്പൊ ഇന്ന് കൊച്ചുവിന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. 2-3 ദിവസമായിട്ട് റെസ്റ്റ് ഇല്ല കേട്ടോ. രാവിലെ ഇപ്പൊ എന്താ പറയാ, ഇന്ന് തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണും ഇന്ന് തന്നെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെയാണ് ബർത്ത്ഡേ. എല്ലാം കൂടി ഒറ്റ ദിവസം വന്ന്. അപ്പൊ അതുമല്ല, നമ്മള് അച്ഛന്റെ ചടങ്ങ് ഇങ്ങനെ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞിന് ചോറൂണ് നീണ്ടുപോയത്. അപ്പം മെനങ്ങാന്ന് അച്ഛന്റെ ചടങ്ങായിരുന്നു, 41 അത് കഴിഞ്ഞ് അതേ പിറ്റേന്ന് തന്നെ ചോറൂണ്, കൊച്ചിന്റെ ബർത്ത്ഡേ, അങ്ങനെ ഫുൾ ഓട്ടം പരിപാടിയിലായിരുന്നു. അപ്പോ ഇപ്പം എല്ലാരും കേക്ക് കട്ട് ചെയ്താണോ ഒന്നും അറിയത്തില്ല. കൊച്ചിന് 25 വയസ്സ് പൂർത്തീകരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ പോവാം. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് ഷോപ്പിൽ കയറി ഡ്രസ്സും എടുത്ത് ഒരു കേക്കും വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക്. ഈ ഇവിടുത്തെ ഹോട്ടലൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ എപ്പം വന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന ഒരു ഹോട്ടലാണ് ഇവിടുത്തെ ഹോട്ടൽ. ഇന്ന് ഇവിടുത്തെ പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ വേണ്ടേ ഈ ഹോട്ടലായിട്ടോ. എല്ലാ എപ്പോഴും ഫാമിലിയായിട്ട് ഒന്ന് ഫുഡ് കഴിക്കുന്നത് ഇവിടെ. പിന്നെ പാൻസ് ഒന്നും എനിക്കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. നല്ല അവ ഇടുന്ന ടൈപ്പൊന്നുമില്ല. അവ ഇന്നലെ ഷോപ്പിൽ വന്നിട്ട് കുറേ എടുത്തിട്ട് പോയിട്ടോ ചേട്ടൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഔട്ട് ബോക്സ് ഇവിടെ ഉള്ളൊക്കെ ആൾറെഡി ഒന്ന് നോക്കിയതാണ്. അതുകൊണ്ട് കുറേ ഷർട്ടൊക്കെ എടുത്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള കുറച്ച് ടീഷർട്ട്സ്, അവൻ ഇങ്ങനത്തെ ടീഷർട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഷർട്ട് എടുത്തിട്ടുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞാ കേക്ക് കട്ടിങ്ങൊക്കെ താമസിച്ചു പോയി. ചെണ്ടമേളം ഉണ്ടായിരുന്നോ? എപ്പം കഴിഞ്ഞോളാ? ആണോ? വൻ പാർട്ടി ആയിരുന്നു തോന്നല്ലേ ഇവിടെ? വൻ ആഘോഷമായിരുന്നു തോന്നല്ലേ? എന്റെ വക ഒരു കേക്ക് കട്ട് ചെയ്താ? കേക്ക് കട്ട് ചെയ്ത ഇവിടെ വൻ പരിപാടിയായിരുന്നു കേസ്. ഇവിടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു, നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ചെറിയൊരു കേക്ക്, കുറച്ച് ഡ്രസ്സ്. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ അത് ബ്ലാക്ക് ഫോറസ്റ്റ്. വെട്ടേക്കല്ല, ബ്ലാക്ക് ഫോറസ്റ്റ്. നിനക്ക് വെട്ടേക്ക് മതിയായിരുന്നു, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്. ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നീ ഇന്നലെ അവിടെ പോയി ഇതൊക്കെ ആ ചേട്ടൻ പറഞ്ഞു അപ്പൊ ഇത് ഇട്ട് നോക്കിയായിരുന്നു, ഇഷ്ടപ്പെട്ട് എടുത്തോളാം പറഞ്ഞു. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഓട്ടക്കകത്ത് 2-3 ചെണ്ട വെച്ചോണ്ട് പോകുന്നു. ഇവിടെ ആണോ? എത്ര സമയം ചെണ്ടോളം കഴിഞ്ഞിട്ട്? 15 മിനിറ്റ് ആയ? അല്ലേ ചോദിച്ചു. മറ്റേ സംഭവം എടുക്കണോ? ഏതാ? ട്രെയിൻ ട്രാവലിംഗ് ഇല്ലേ? ഞാൻ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ കയറി താമസിച്ചു. ഞാൻ ആയൂര് എപ്പോഴേ എത്തി. ആയൂര് കിടന്ന് ഇനി എന്താണ്, ഇനി കലാപരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ കറക്റ്റ് സമയത്ത് എത്തി. എന്ത് ചേട്ടാ പടക്കം വന്ന് ചേർന്നെങ്കിലും അടിപൊളിയായിരിക്കും. പിന്നെ ഓക്കെ, ആഹാരം കഴിച്ചിട്ടാണ് പടക്കം പൊട്ടിച്ചിട്ടാണ് ആഹാരം. വേണ്ട അണ്ടാവിലൊക്കെ ബിരിയാണി. ആരാടാ പ്രിപ്പറേഷൻ? ചിക്കൻ ഓർ ബീഫ്? ചിക്കൻ. ഈ ചെരുപ്പ് മാറ്റിക്കൂടായിരുന്ന? അവിടെ പോയി ഷർട്ടോളാം. എന്ത് എഴുതിയിരിക്കുന്നത്? ഇത് കൂർഗോ കോർ 1990. അതെ, 90 വസന്തം തന്നെ മതി. അപ്പൊ പിന്നെ എടുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോ ഫുഡ് കഴിക്കാൻ പറ്റിയ. ഓക്കെ, രാവിലെ ഞാൻ എണീറ്റതാ. എന്റെ കഷ്ടപ്പാട് എനിക്ക് എന്ത് കഷ്ടപ്പാട്? രാവിലെ എണീറ്റ് എന്നിട്ട് വന്ന് അയ്യോ ഭയങ്കര കാര്യമായി പോയി. എന്നിട്ട് ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് ഞാനും അച്ഛനൂടെ ബിരിയാണി വെച്ച് ഞങ്ങള്. ഇത് നിസ്സാര കാര്യം. എന്നിട്ട് ഇത് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒരു പരിപാടിയല്ലോ, എനിക്ക് 2 പരിപാടിയായിരുന്നു. പക്ഷേ ഈ 2 പരിപാടിയിലല്ലേ ഇതിന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ എല്ലാ പരിപാടിയിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓവറോൾ ചെയ്യട്ടെ. അവളെ അച്ഛന് 41 അത് കഴിഞ്ഞ് അടുത്ത ദിവസം 41 അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചടങ്ങിനൊക്കെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണ സുഹൃത്തുക്കളെ. ചിക്കൻ ബിരിയാണി. ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. എന്ത് ചിക്കൻ ലെഗ് പീസ് കടിക്കാൻ വേണ്ടി എടുത്തത് എല്ലാം. ഇതാരത്? കൊച്ചിന് ഞാൻ എടുത്ത ഷർട്ട് കേട്ടോ. എങ്ങനെ ഉണ്ടമ്മ? ഷർട്ട് എങ്ങനെ ഉണ്ടമ്മ?
ഇത് കണ്ടില്ലായിരുന്നല്ലോ നമ്മള് ഇന്ന് ഇട്ട് നോക്കിയിട്ടത്. ഇതിട്ട് നോക്കിയില്ല. ആ, ഇതിട്ട് നോക്കി. ടീഷർട്ട് ഉണ്ടായിരുന്നു. ആ, ടീഷർട്ട്. ബ്ലാക്ക് പിന്നെ ഞാൻ എടുക്കാത്തതും കൊച്ചു ഇടാത്തതും ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമല്ല ബ്ലാക്ക് കറക്റ്റ് ഫിറ്റ് അല്ലേ? നീ ബ്ലാക്ക് അല്ലേ തോനെ പഠിക്കുന്നത്? തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം. എന്റെ അതിനെ പിടിക്കണ്ടേ? ഞാൻ ഡയറ്റാടാ, കുറെ തിന്ന്. ഞാനും ഡയറ്റാ, മധുരം കഴിക്കുന്നില്ല. കുഴപ്പമില്ല. കുറച്ച് തുടങ്ങാൻ അതാരാ ആ ഒരു പോയോട്ടെ. കൈയൊക്കെ ഇവിടുന്ന് പൊക്കുക, രണ്ട് സൈഡിൽ നിന്ന് ബലൂണൊക്കെ പറത്തി വിടാം. റെഡി? എന്താ മാമൻ പഠിച്ച് ഏ വെക്കേ തീർന്നാ? ഇല്ല, ഇനിയുണ്ട്. ഇനിയുണ്ടല്ലോ. അല്ല 60 ആയി. ഒരു വരി തീർന്നുള്ളത്, ഒറ്റ വരി തീർന്നുള്ളൂ. ഇനിയും കിടക്കുന്നു. ഒരു വട്ടം കത്തിച്ച. അല്ല അച്ഛൻ അങ്ങോട്ട് വേണ്ട, കഴിയിട്ട്. അല്ല ചേ, 2 തിരിയുണ്ടല്ലോ. ഈ സൈഡിൽ ഒരു തിരിയുണ്ട്, സെക്കൻഡ് തിരി. ഇത് വേറെ മോഡലായിരിക്കും ചിലപ്പോ. വെടിമരുന്ന് ഇപ്പഴാട്ടോ വന്നേ. ഇതേ കേട്ടോ. ഇത് ഇവിടെ തിരിച്ചോണ്ട് കൊടുക്ക്, തിരിച്ചോണ്ട് കൊടുക്ക്. ഇനിയുണ്ട്, ഇനിയുണ്ട്. മത്താപ്പുണ്ട്, മത്താപ്പ് കത്തിക്കാൻ. ഇതിന് കത്തിക്കണ്ട. അല്ലല്ല, ഒരു തീയങ്ങ് കത്തിച്ച് മോളിൽ കൊണ്ട് കിട്ടാലോ. അല്ല അത്രയും കത്തം കിടക്കുക. ബാക്കിയുണ്ട് അതില്ലേ. അതാ ചിലപ്പം കത്തും. നീ പോയി ഇപ്പൊ ഏതായാലും അങ്ങോട്ട് പോണ്ട. മത്താപ്പ് കത്തിക്കാം. അറിയാൻ പറ്റില്ല. അത് കത്തിക്കാം. എന്നാ ഞാൻ ഇത് കറക്കാണ്, മത്താപ്പല്ലി കത്തിച്ചത് കറക്ക്. ഇത് ഞാൻ ഇത് കൈ മാറ്റിയപ്പോ ഞാൻ എവന്റെ ഫോണിൽ ബ്ലോഗ് എടുത്തോട്ട് ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അഴന്നില്ല, ഇതിന്റെ ഒരു കുറ്റി വന്നിട്ടേ പൊത്തങ്ങിരുന്നു. അല്ല നീറ് എൻ്റെ കാല് പൊള്ളി അയ്യോ കാണുന്നില്ല കേട്ടോ. ഇല്ല കുഴപ്പമില്ല മാമ, ചെറുതായിട്ടേ അതിന്റെ തരി വന്നിട്ട് സ്കിന്നിൽ തട്ടിയിട്ട് ആ സ്കിന്നങ്ങ് കുഴിഞ്ഞു പോയി. ഹേ ഗൈസ്, അപ്പം രാത്രി യാത്രയില്ല. നീ പോണ്ട. രാത്രി നിങ്ങളുടെ യാത്രയില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് രാത്രി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഈ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ഗൈസ് ആൻഡ് ലവ് യു. അടുത്ത വീഡിയോ കാണാം. ബൈ.